നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ഒരു സമാധി ഇന്ന് പൊളിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ അറിയാൻ സാധിച്ചത് അസ്വാഭാവികതയൊന്നുമില്ല, സ്വാഭാവിക മരണമെന്നാണ്. എനിക്കപ്പം മുതൽ തോന്നിയൊരു കാര്യമാണ്. അതായത് ഈ ഒരു സംഭവം അവരുടെ കുടുംബത്തിൻ്റെ അറിവോടുകൂടി നടന്നതാണ് എന്ന്. ഏത് സംഭവം? അതായത് അച്ഛൻ മരിച്ചു എന്നറിഞ്ഞിട്ട്, അത് മക്കൾ ഓൾറെഡി അറിഞ്ഞതാണ്. അപ്പം നമ്മൾ മറ്റുള്ള ആളുകളെ അവരുടെ കണ്ണിൽ പൊടിവാരി തേക്കാനായിട്ട് ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടും ആ കുടുംബം മണ്ടന്മാരായിട്ട് അഭിനയിച്ചതാണെങ്കിലോ, നാട്ടുകാരെ പറ്റിക്കുന്നു അല്ലെങ്കിൽ ഇതിലൊരു നിഗൂഢതയുണ്ട് എന്ന് വരുത്തി തീർക്കുവാനായിട്ട് വെറുതെ കുറേ മണ്ടൻ ന്യായങ്ങളാണ് അവർ നിരത്തിയത്, നമുക്കറിയാം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആരും അറിയാതെ ആ ഒരു കുടുംബമോ അല്ലെങ്കിൽ അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേര് മാത്രം അറിഞ്ഞിരുന്ന ഒരു ക്ഷേത്രം ഇന്ന് ലോകം എമ്പാടുമുള്ള ആളുകൾ അറിയാനിടയുണ്ടായി. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലാനുള്ള സാധ്യതയുണ്ടായി. അപ്പോൾ ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബിസിനസ്സായിട്ട് അവർ മുന്നിൽ കണ്ട് ചെയ്തതാണെങ്കിലോ, നമുക്ക് അങ്ങനെയും ചിന്തിച്ചുകൂടെ? അച്ഛൻ മരണപ്പെട്ടു, സ്വാഭാവിക മരണമെന്ന് മക്കൾ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മക്കൾ അതിലൊരു നിഗൂഢത ഒളിപ്പിച്ചുകൊണ്ടാണ് പലരും പല രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനും നമുക്കും എല്ലാവർക്കും ഉള്ളിലുണ്ടാകുന്ന ഒരു കാര്യമാണ്, ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ആ കള്ളത്തരം മറ നീക്കി പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ള എല്ലാവരും ആഗ്രഹിച്ചതും നമ്മുടെ നിയമ സംവിധാനം അതിനു വേണ്ടിയിട്ട് വഴിയൊരുക്കിയത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇത്തരത്തിലൊരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മൈൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കി. അതിലൂടെ അവർക്ക് കിട്ടാൻ പോകുന്ന ലാഭം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവർ അച്ഛൻ സമാധിയായി ഗോപൻ സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി മുതൽ അതൊരു ദൈവീക ചൈതന്യമുള്ള രീതിയിൽ അറിയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു പബ്ലിസിറ്റി ഓൾറെഡി ആയി, എല്ലാവരും അറിഞ്ഞു, ലോകത്തെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല, ഇനി ക്ഷേത്രത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടാവും. ഈ രീതിയിൽ അവർ ചിന്തിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ മണ്ടന്മാരായി പോവില്ലേ? എൻ്റെ ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ. ചിന്തിച്ചു നോക്കുക, എങ്ങനെ ആയിരിക്കാം എന്നുള്ളത് ചിന്തിച്ചതാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും ദുരൂഹത നീക്കി സത്യങ്ങൾ പുറത്തു വരട്ടെ. സർക്കാരിന് ഈ ഒരു കാര്യങ്ങൾ ചെയ്ത നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്